Dear students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എംബ്രിയോളജിയാണ്. സ്റ്റേജസ് ഇൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണെന്ന് പഠിക്കുന്നു. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം തൻ്റെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതൊരു ജനറ്റിക്കലി കൺട്രോൾഡ് പ്രോസസ്സാണ്. റീപ്രൊഡക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും. എസെക്ഷൽ റീപ്രൊഡക്ഷനിലെ പ്രോജനി എന്ന് പറയുന്നത് നോൺ സെക്ഷൽ മെത്തേഡ്സ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ് എല്ലാം. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് സെല്ലുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ടാണ് പ്രോജനിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. For reproduction, it is the genetically controlled multiplication of individual organism to produce young ones of their own kind. Reproduction is of two types, asexual reproduction and sexual reproduction. In asexual reproduction, progeny is produced by non-sexual methods such as fragmentation, fission and budding. In sexual reproduction, the progeny is produced by the fusion between genetically different male and female gametes or sex cell. Male gamete are called sperm and female gamete are called ova or eggs. Blastogenesis and embryogenesis. Asexual reproduction വഴി പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോജെനിസിസ് എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന പ്രോജനിയെ നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നു. ക്ലോൺസ് അവരുടെ പേരൻസുമായിട്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു പേരൻസിനെ പോലെ തന്നെ സിമിലർ ആയിരിക്കും. എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ് വഴി ഉണ്ടാവുന്ന യങ് വൺസിനെ നമ്മൾ ഓസ്പ്രിങ്സ് എന്നാണ് പറയുന്നത്. ഓസ്പ്രിങ്സ് പേരൻറ്റുമായിട്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആകത്തില്ല. അവർ പേരൻസിൽ നിന്ന് ഒത്തിരിയേറെ വേരിയേഷൻസ് കാണിക്കുന്നു. സോ ദേ ആർ ജനറ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം ദെയർ പേരൻസ്. Study of sexual development of an organism is called developmental biology. Developmental biology എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി. അതിൽ രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് ഫോർമേഷൻ ഓഫ് ദ എംബ്രിയോ, സെക്കൻഡ് പാർട്ട് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ടു എ മെച്വർ ഓർഗാനിസം. So blastogenesis is the formation of an individual organism by asexual reproduction, and the individuals produced are called clones, which are genetically identical to their parents. Embryogenesis is the formation of individual organism by sexual reproduction, and the offsprings, the young ones are called offsprings, which are genetically different from their parents. The study of sexual development of an organism is called developmental biology, which include embryogenesis, that is formation of embryo, as well as the maturation of the embryo to form an adult organism. Ontogeny and phylogeny. ഓണ്ടോജനി എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഒരു സൈഗോട്ട് എങ്ങനെയാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓർഗാനിസമായിട്ട് മാറുന്നത് എന്നതാണ് ഓണ്ടോജനി പറയുന്നത്. അപ്പോൾ ഓണ്ടോജനി അല്ലെങ്കിൽ ഓണ്ടോജനിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഫ്രം എഗ്ഗ് ടു അഡൽട്ട് സ്റ്റേജ്. എന്നാൽ ഫൈലോജനി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഇവോൾവ് ചെയ്ത് വന്നത്, അതാണ് ഫൈലോജനി. അപ്പോൾ ഫൈലോജനി ഈസ് ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷണറി ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിയുടെ പഠനമാണ് ഫൈലോജനി എന്ന് പറയുന്നത്. ഇനി ഓണ്ടോജനി അല്ലെങ്കിൽ ഓണ്ടോജനിക് ഡെവലപ്മെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്നും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്നും. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകത അവിടെ ലാർവൽ സ്റ്റേജസ് ഒന്നും കാണത്തില്ല. ഒരു എഗ്ഗ് അല്ലെങ്കിൽ സൈഗോട്ട് ഡയറക്റ്റായിട്ട് ഇമ്മച്വർ അഡൽട്ടായിട്ട് മാറുന്നു. അവിടെ ലാർവൽ സ്റ്റേജസിൻ്റെ ഒന്നും ഫോർമേഷൻ ഇല്ല. എന്നാൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ ഒരു സൈഗോട്ട് ഒരു അഡൽട്ടായിട്ട് ലാർവൽ സ്റ്റേജസിൽ കൂടെ കടന്നതിന് ശേഷമാണ് അഡൽട്ട് ആവുന്നത്. അപ്പോൾ സൈഗോട്ട് അഡൽട്ട് ആവുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി ലാർവൽ സ്റ്റേജസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഓണ്ടോജനി ആൻഡ് ഫൈലോജനി. ഓണ്ടോജനി ഈസ് ദ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഫ്രം എഗ് ടു അഡൽട്ട് സ്റ്റേജ്, whereas phylogeny is the history of evolutionary development of a species. Ontogeny is of two types, direct and indirect. In direct development, egg or zygote directly develop into immature adult without having any larval stages. But in indirect development, zygote develop into adult only through intervening larval stages.
ഫേസസ് ഓഫ് ഓണ്ടോജനിക് ഡെവലപ്മെൻറ്റ്. ഓണ്ടോജനിക് ഡെവലപ്മെൻറ്റിൽ മെയിനായിട്ടും രണ്ട് ഫേസ് ആണുള്ളത്, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഫോർമേഷൻ ഓഫ് എംബ്രിയോ ആണ്. അപ്പോൾ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ എഗ്. എഗ്ഗിനകത്തിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഒരു എഗ്ഗ് എംബ്രിയോ ആകുന്നത് എന്നുള്ളതാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എഗ്ഗിന് ഔട്ട്സൈഡിൽ നടക്കുന്ന ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഇൻറ്റു അഡൽട്ട് ഓർഗാനിസം. എംബ്രിയോ എങ്ങനെയാണ് ഒരു അഡൽട്ട് ഓർഗാനിസം ആകുന്നതെന്നുള്ളതാണ് പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ പഠിക്കുന്നത്. അപ്പം ഓണ്ടോജനിക് ഡെവലപ്മെൻറ്റിനെ രണ്ട് ബ്രോഡ് ഫേസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. Embryonic development takes place within the egg and it involves the development of an egg into an embryo. And the post-embryonic development takes place outside the egg and it involves the growth and development of embryo into an adult organism. Embryonic development. Embryonic development main ആയിട്ടുള്ള സ്റ്റേജസ് ആണ് Gametogenesis, fertilization, cleavage, blastulation, gastrulation, then organogenesis, morphogenesis, and in indirect development there will be metamorphosis and finally regeneration. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസും പഠിക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനിസിസ് ആണ്. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്രം എ ഡിപ്ലോയിഡ് പേരൻ്റ് സെൽ. അപ്പം മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റുകൾ ഹാപ്ലോയിഡ് ആണ്. അപ്പം അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് സെല്ലുകൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പേരൻറ് സെല്ലുകളിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് പേരൻറ് സെല്ലുകളിൽ നിന്നും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ഗ്യാമറ്റോജെനിസിസ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിൽ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. സ്പേം സെൽസിൻ്റെ ഫോർമേഷനും ഉണ്ട്, ഓവ അല്ലെങ്കിൽ എഗ് സെൽസിൻ്റെ ഫോർമേഷനും ഉണ്ട്. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്പേം സെൽസ് ആണ്. ഊജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എഗ് സെൽസ് ആണ്. ഗ്യാമറ്റോജെനിസിസിൽ ഫസ്റ്റ് വൺ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പേംസ്. അതിൽ രണ്ട് സ്റ്റെപ്പാണുള്ളത്, ഫോർമേഷനും ഉണ്ട് മെച്ചുറേഷനും ഉണ്ട്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് ഇൻവോൾവ് ടു മേജർ ഈവൻറ്റ്സ്, നെയിംലി ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു ഫങ്ഷണൽ സ്പേംസ്. അപ്പോൾ ആദ്യം സ്പെർമാറ്റിഡ്സ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യണം, എന്നിട്ട് ആ സ്പെർമാറ്റിഡ്സിൽ നിന്നാണ് ഫങ്ഷണലായിട്ടുള്ള സ്പേംസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ സ്പേംസ് ടെസ്റ്റിസിലാണ് ഫോം ചെയ്യുന്നത്. ടെസ്റ്റിസിലെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോജനിക് സെൽസിൽ നിന്നാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്പെർമാറ്റോജനിക് സെൽസിനെ പറയുന്ന പേരാണ് പ്രൈമോഡിയൽ സ്പേം സെൽസ്. പ്രൈമോഡിയൽ സ്പേം സെൽസിന് ആദ്യം മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് ന്യൂമറസ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ പ്രൈമോഡിയൽ സ്പേം സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് എന്തുണ്ടാവുന്നു? സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഉണ്ടാവുന്നു. സ്പെർമാറ്റോഗോണിയൽ സെൽസ് സൈസ് എൻലാർജ് ചെയ്തിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റായിട്ട് മാറുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് സംഭവിച്ചിട്ട് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ഉണ്ടാവുന്നു. ഈ സ്പെർമാറ്റിഡ്സിന് പിന്നീട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും ചേഞ്ചസും ഒക്കെ സംഭവിച്ചിട്ട് അത് ഫങ്ഷണലായിട്ടുള്ള സ്പേംസ് ഉണ്ടാവുന്നു. അപ്പോൾ സ്പെർമാറ്റിഡ്സിൽ നിന്ന് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സ്പെർമിയോജെനിസിസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് സ്പെർമാറ്റോജെനിസിസ്. ഇപ്പോൾ സ്പെർമാറ്റോജെനിസിസിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രൈമോഡിയൽ സ്പേം സെൽസ് മൈറ്റോസിസിന് വിധേയമായിട്ട് സ്പെർമാറ്റോഗോണിയമായിട്ട് മാറുന്നു. സ്പെർമാറ്റോഗോണിയം ഗ്രോ ചെയ്തിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസിന് വിധേയമായിട്ട് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. സ്പെർമാറ്റിഡ്സിന് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് സ്പെർമിയോജെനിസിസ് വഴി അത് ഫങ്ഷണലായിട്ടുള്ള സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പെർമാറ്റോജെനിസിസിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അവിടെ സ്പെർമാറ്റോഗോണിയം കാണിച്ചിട്ടുണ്ട്. സ്പെർമാറ്റോഗോണിയം അതിനുശേഷം പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ്
സംഭവിച്ചിട്ട് അതിൽ നിന്നും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആകുമ്പോഴത്തേക്കിന് എന്താണ് മിയോസിസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ 2n എന്നുള്ള ആ ഡിപ്ലോയിഡ് കണ്ടീഷൻ മാറി എന്താണ് n എന്നുള്ള ഹാപ്ലോയിഡ് കണ്ടീഷൻ വരുന്നു. അപ്പം നമുക്കറിയാം മിയോസിസിൻ്റെ സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് അത് മൈറ്റോസിസ് ആണ്. അപ്പം ആ n കണ്ടീഷനിലിരിക്കുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മൈറ്റോസിസിന് വിധേയമായിട്ട് അതിൽ നിന്നും 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ അതിൽ നിന്നും 2 എന്താണ് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. പിന്നെ ഈ സ്പെർമാറ്റിഡ്സ് എന്ത് ചെയ്യുന്നു, മറ്റേ അടുത്ത സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും അതുപോലെ 2 സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. ഈ സ്പെർമാറ്റിഡ്സിന് പിന്നീട് എന്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് അത് സ്പേമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു എന്താണ് സ്പെർമാറ്റോഗോണിയൽ സെല്ലിൽ നിന്നും 4 സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. Next is oogenesis. oogenesis എന്ന് പറയുന്നത് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഓവയാണ്. ഓവ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ oogenesis എന്ന് പറയുന്നത്. അത് ഓവറിയിലെ പ്രൈമോഡിയൽ ഓവം സെൽസിൽ നിന്നാണ് എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രൈമോഡിയൽ ഓവം സെൽസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസാണ്. അതിന് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് ന്യൂമറസ് ഊഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. ഓരോ ഊഗോണിയൽ സെല്ലും ലാർജർ സെല്ലായിട്ടുള്ള പ്രൈമറി ഊസൈറ്റായിട്ട് മാറുന്നു. ഊസൈറ്റിന് പിന്നീട് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് അതിൽ നിന്നും ഫങ്ഷണലായിട്ടുള്ള ഒരു എഗ് സെല്ലും ബാക്കി 3 പോളാർ ബോഡീസും ഫോം ചെയ്യുന്നു. അപ്പോൾ oogenesis എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെർമാറ്റോജെനിസിന് സിമിലർ ആണ്. അപ്പോൾ പ്രൈമോഡിയൽ ഓവം സെൽസിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈമോഡിയൽ ഓവം സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് ഊഗോണിയ ഫോം ചെയ്യുന്നു. ഊഗോണിയ പ്രൈമറി ഊസൈറ്റ് ആവുന്നു. പ്രൈമറി ഊസൈറ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ഫങ്ഷണലായിട്ടുള്ള ഒരു ഓവം സെല്ലും 3 പോളാർ ബോഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഊഗോണിയം അത് 2n കണ്ടീഷനാണ്. അതിൽ നിന്നും ഊഗോണിയം എൻലാർജ് ചെയ്ത് പ്രൈമറി ഊസൈറ്റ് ആവുന്നു. അപ്പോഴും അത് 2n കണ്ടീഷൻ തന്നെയാണ്. പ്രൈമറി ഊസൈറ്റിന് പിന്നെ മിയോസിസ് സംഭവിച്ചിട്ട് അതിൽ നിന്നും സെക്കൻഡറി ഊസൈറ്റും ഒരു പ്രൈമറി പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. സെക്കൻഡറി ഊസൈറ്റ് അതിൽ നിന്ന് മാത്രമാണ് ഫങ്ഷണലായിട്ടുള്ള ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഊസൈറ്റ് അതിന് എന്താണ് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ പ്രൈമറി പോളാർ ബോഡിക്കും മൈറ്റോസിസ് സംഭവിക്കുന്നു. എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഫങ്ഷണൽ ഓവും 3 പോളാർ ബോഡീസും കിട്ടുന്നു. നെക്സ്റ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പേമും ഓവവും ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സ്പേം ആൻഡ് എഗ് ഫ്യൂസസ് ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇതിൽ 2 മെയിൻ പ്രോസസ്സാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രോസസ്സ് കോർഡിനേഷൻ, രണ്ടാമത്തെ പ്രോസസ്സ് സിംഗമിയാണ്. കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ആക്റ്റീവ്ലി മൂവിങ് ആയിട്ടുള്ള സ്പേം ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഓവത്തിലേക്ക് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ പ്രോസസ്സും ഈ കോർഡിനേഷനിലാണ് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ ഇൻവോൾവ് ഓവറോൾ പ്രോസസ് ബൈ വിച്ച് ആൻ ആക്റ്റീവ്ലി മൂവിങ് സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്റ്റേഷനറി ഓവം. സിംഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ സ്പേം ആൻഡ് ദ ഓവം ടു ഫോം ദ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് റീപ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാ ഓർഗാനിസത്തിലെ ഒരു മെയിൻ പ്രോസസ്സാണ്. അത് എന്താണ് അതിൽ 3 പ്രോസസ്സ് ഇൻവോൾവ് ആണ്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ, സെക്കൻഡ് വൺ ഈസ് ആംഫിമിക്സിസ്, തേർഡ് വൺ ഈസ് റീസ്റ്റോറേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിപ്ലോയിഡി. ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുവരെ ഇനാക്റ്റീവ് ആയിരുന്ന എഗ്ഗിനെ അതിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതാണ് ആക്ടിവേഷൻ എന്നുള്ള പ്രോസസ്സ്. ആംഫിമിക്സിസ് എന്നുള്ള പ്രോസസ്സിൽ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ജീനുകൾ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു ബൈപേരൻ്റൽ ഇൻഹെറിറ്റൻസ്, 2 പേരൻസിൻ്റെയും എന്താണ് ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നത് മൂലം 2 പേരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ആ ഒരു ബൈപേരൻ്റൽ ഇൻഹെറിറ്റൻസ് അവിടെ ഉറപ്പ് വരുത്തുന്നു.
മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റീസ്റ്റോറേഷൻ ഓഫ് ഡിപ്ലോയിഡിയാണ്. റീസ്റ്റോറേഷൻ ഓഫ് ഡിപ്ലോയിഡിൽ എന്ന് വെച്ചാൽ നമ്മൾ 2n കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഗ്യാമേറ്റ്സുകൾ n കണ്ടീഷനിലാണെങ്കിലും 2 ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ജനറ്റിക് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ആ 2n കണ്ടീഷൻ അത് ഓസ്പ്രിങ്സിലെല്ലാം തന്നെ നിലനിർത്തി പോകുന്നു. അങ്ങനെ ക്രോമസോമൽ കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് പ്രോസസ്സ് ക്ലീവേജ് ആണ്. ക്ലീവേജ് അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ. അവിടെ സൈഗോട്ടിന് റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു മോറുല എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. മോറുലയുടെ പ്രത്യേകത മൾബറി ലൈക്ക് സെൽസ് കൂട്ടം കൂട്ടമായിട്ട് സെൽ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ, അതാണ് മോറുല എന്ന് പറയുന്നത്. മോറുല ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റുലേഷനാണ്. അതായത് ബ്ലാസ്റ്റുലയുടെ ഫോർമേഷനാണ്. ബ്ലാസ്റ്റുല എന്ന് പറയുമ്പോൾ ഒരു സ്പെറിക്കൽ ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. അതിലെ ഇൻഡിവിജ്വൽ സെൽസിനെ നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ബ്ലാസ്റ്റുലേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റുല. Morula get transformed into a spherical ball-like structure called blastula, and blastula is a single-walled spherical ball of blastomeres. ചിലപ്പോൾ അതിനകത്ത് ഒറ്റ ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ സിംഗിൾ ലെയറേ കാണത്തുള്ളൂ. ചില സമയത്ത് ബ്ലാസ്റ്റോമിയേഴ്സ് പല ലെയറിലായിട്ട് ബ്ലാസ്റ്റുലയിൽ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ ക്ലീവേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേജാണ് മോറുല. മോറുലയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുണ്ടാകുന്ന അടുത്ത സ്റ്റേജാണ് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ബ്ലാസ്റ്റുലയുടെ ഫോർമേഷനെയാണ് നമ്മൾ ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഗ്യാസ്ട്രുലേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സിംഗിൾ വോൾഡ് ബ്ലാസ്റ്റുല ടു എ ഡബിൾ വോൾഡ് കപ്പ് കോൾഡ് ഗ്യാസ്റ്റുല. അപ്പോൾ ഗ്യാസ്ട്രുലേഷൻ എന്നുള്ള പ്രോസസ്സിൽ സിംഗിൾ വാൾഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റുല ഒരു ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്യാസ്ട്രുലയായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നു. ഗ്യാസ്ട്രുലേഷനിൽ 4 മെയിൻ ഈവൻറ്റ്സ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് ഒരു ആർക്കൻട്രോൺ അല്ലെങ്കിൽ ഗ്യാസ്ട്രോസീൽ എന്ന് പറയുന്ന ബോഡി ക്യാവിറ്റി ഫോം ചെയ്യുന്നു. അതിന് ചുറ്റുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റോമിയറുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവർ റീഅറേഞ്ച് ചെയ്യുന്നു. First step is the mass migration and rearrangement of blastomeres around the newly formed cavity called archendron. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഗൻ ഫോമിങ് ഏരിയാസ് ഈ ഗ്യാസ്ട്രുലയിൽ ഫോം ചെയ്യുന്നു. ആ ഏരിയാസിനെ പ്രിസംറ്റീവ് ഏരിയാസ് എന്നാണ് പറയുന്നത്. ആ പ്രിസംറ്റീവ് ഏരിയാസ് ആണ് പിന്നീട് മറ്റോരോ ഓർഗൻസ് ആയിട്ട് മാറുന്നത്. തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേം ലെയേഴ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറി ജേം ലെയേഴ്സ് ഈ ഗ്യാസ്ട്രുലയിൽ ഫോം ചെയ്യുന്നു. അടുത്ത പ്രൈമറി ജേം ലെയേഴ്സ് എന്ന് പറയുന്നത് എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം ആണ്. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിനകത്തിലെ ഗ്യാസ്ട്രുലയ്ക്കകത്തിലെ സെല്ലുലാർ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ വളരെ കൂടുന്നു. കാരണം സെല്ല് ഫാസ്റ്റ് ഡിവൈഡിങ് സ്റ്റേജിലാണ്. ഓർഗൻസ് ഒക്കെ ഇനിയും ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ പ്രോട്ടീൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ സെല്ലിൽ കൂടുന്നു. അപ്പോൾ സെല്ലുലാർ മെറ്റബോളിസം കൂടുന്നതാണ് അടുത്ത ഒരു ഈവൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രുലയുടെ ഫോർമേഷനാണ്. അതിൽ 4 മേജർ ഈവൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോമിയറുകളുടെ റീഅറേഞ്ച്മെൻ്റ് ആണ് ഗ്യാസ്ട്രോസീൽ അല്ലെങ്കിൽ ആർക്കൻഡ്രോണിന് ചുറ്റുമായിട്ട്. പിന്നീട് പ്രിസംറ്റീവ് ഏരിയാസ് ആയിട്ടുള്ള ഓർഗൻ ഫോമിങ് ഏരിയാസ് ഫോം ചെയ്യുന്നു. പിന്നെ പ്രൈമറി ജേം ലെയേഴ്സ് ആയിട്ടുള്ള എക്ടോഡേം, മീസോഡേം, എൻഡോഡേം ഫോം ചെയ്യുന്നു. സെല്ലുലാർ മെറ്റബോളിസം പർട്ടിക്കുലർലി പ്രോട്ടീൻ സിന്തസിസ് എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ നമ്മളിപ്പം പറഞ്ഞ അത്രയും സ്റ്റേജസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് കാണാം. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും 2 സെൽഡ് സ്റ്റേജ്. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്ന് പറയുമ്പോൾ അവിടെ സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേജാണ്. ആ സെല്ല് പിന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ അത് 4 സെൽഡ് സ്റ്റേജായിട്ട് മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ അത് 8 സെൽഡ് സ്റ്റേജ് ആവുന്നു. പിന്നെ മൾബറി ലൈക്ക് മാസ് ഓഫ് സെൽസ് ആയിട്ടുള്ള മോറുലയായിട്ട് മാറുന്നു. പിന്നെ ബോൾ ലൈക്ക് സ്പെറിക്കൽ ബോൾ ലൈക്ക് സ്ട്രക്ചറായിട്ടുള്ള ബ്ലാസ്റ്റുലയാകുന്നു. ബ്ലാസ്റ്റുല പിന്നെ എയർലി ഗ്യാസ്ട്രുലയായിട്ട് മാറുന്നു. അവിടെ ഉണ്ടാകുന്ന ക്യാവിറ്റി ആർക്കൻട്രോൺ എന്ന് പറയുന്നു. അതിൻ്റെ ഓപ്പണിംഗ് ആണ് ബ്ലാസ്റ്റോപോർ എന്ന് പറയുന്നത്. അവിടെ പിന്നെ റീഅറേഞ്ച്മെൻറ്റ്സ് നടന്നിട്ട് ആ ബ്ലാസ്റ്റോമിയറൊക്കെ ഈ ആർക്കൻട്രോണിന് ചുറ്റും റീഅറേഞ്ച് ചെയ്ത് പിന്നെ ജേം ലെയേഴ്സ് ആയിട്ടുള്ള എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഒക്കെ ഫോം ചെയ്ത് പ്രോട്ടീൻ സിന്തസിസും ഒക്കെ കൂട്ടി പിന്നെ എംബ്രിയോ ഒരു അഡൽട്ടിലേക്ക് പോകാനായിട്ട് ഡെവലപ്ഡ് ആവുന്നു. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ഓർഗാനോജെനിസിസ്. ഓർഗാനോജെനിസിസ് എന്ന് പറയുമ്പോൾ അഡൽട്ട് ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഈ പ്രൈമറി ജേം ലെയേഴ്സിൽ നിന്നും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗാനോജെനിസിസ് എന്ന് പറയുന്നത്. ഓർഗാനോജെനിസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് അഡൽട്ട് ടിഷ്യൂ ആൻഡ് ഓർഗൻസ് ഫ്രം ദി പ്രൈമറി ജേം സെൽസ്. അപ്പം ആദ്യം ഗ്യാസ്ട്രോസീൽ ബോഡി ക്യാവിറ്റി ആയിട്ട് മാറും. എക്ടോഡേമിൽ നിന്നും എപ്പിഡേമിസും എപ്പിഡേമൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഫോർഗട്ട്, ഹൈൻഗട്ട്, നെർവസ് സിസ്റ്റം, സെൻസ് ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്നു. മീസോഡേമിൽ നിന്നും ഡെർമൽ ലെയർ ഓഫ് സ്കിന്ന്, അതുപോലെ കണക്റ്റീവ് ടിഷ്യൂ, മസിൽസ്, എൻഡോസ്കെലിറ്റൻ, സ്പ്ലീന്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്, കിഡ്നി, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യുന്നു. എൻഡോഡേം ഇൻറ്റേർണൽ ക്യാവിറ്റീസിൻ്റെ ലൈനിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ഓർഗാനോജെനിസിസിൽ ഫോം ചെയ്യുന്നത്. അപ്പം ഓരോ ജേം ലെയേഴ്സിൽ നിന്നും ഓരോ പെർട്ടിക്കുലർ ഓർഗൻസ് ഫോം ചെയ്യുന്നു. അതാണ് ഓർഗാനോജെനിസിസിൽ സംഭവിക്കുന്നത്. അപ്പം മീസോഡേമിൽ നിന്നാണ് മെയിനായിട്ടുള്ള ഹാർട്ട്, ബ്ലഡ് വെസൽസ്, കിഡ്നി, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, മസിൽസ്, കണക്റ്റീവ് ടിഷ്യൂസ്, അതുപോലെ ഡെർമൽ ലെയറോ സ്കിന്ന്, സ്പ്ലീനും ഒക്കെ ഫോം ചെയ്യുന്നത്. എക്ടോഡേമിൽ നിന്നും എപ്പിഡേമിസും നമ്മുടെ സെൻസ് ഓർഗനും നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഓർഗൻസും, ഫോർഗട്ടും അതുപോലെ ഹൈൻഗട്ടും എപ്പിഡേമിസും എല്ലാം തന്നെ എക്ടോഡേമിൽ നിന്നും ഫോം ചെയ്യുന്നു. എൻഡോഡേം നമ്മുടെ ഇൻറ്റേർണൽ ക്യാവിറ്റീസിൻ്റെ എല്ലാം ലൈനിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഓർഗാനോജെനിസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് അഡൽട്ട് ടിഷ്യൂ ആൻഡ് ഓർഗൻസ് ഫ്രം പ്രൈമറി ജേം ലെയേഴ്സ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് മോർഫോജെനിസിസ്. മോർഫോജെനിസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് അഡൽട്ട് ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ അഡൽട്ട് ഓർഗാനിസത്തിൻ്റെ ഫോമും സ്ട്രക്ചറും ഒക്കെ ഈ എംബ്രിയോ നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മോർഫോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മോർഫോജെനിസിസിൽ 2 മേജർ ഈവൻറ്റ്സ് ആണുള്ളത്, ഡിഫറൻസിയേഷനും ഗ്രോത്തും. ആദ്യം ഈ എംബ്രിയോയ്ക്ക് ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു. Differentiation is a process by which unspecialized embryonic cell undergo modification and specialization to form adult organs. അപ്പം എംബ്രിയോയ്ക്കകത്തിരിക്കുന്ന അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോണിക് സെൽസിന് മോഡിഫിക്കേഷൻസും സ്പെഷ്യലൈസേഷൻസും ഒക്കെ വന്നിട്ട് അഡൽട്ട് ഓർഗൻസ് ആയിട്ട് മാറുന്നു. നമ്മൾ നേരത്തെ ജേം ലെയേഴ്സ് ഓരോ ഓർഗനായിട്ട് മാറുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്നതാവണം എന്ന് മാറി നിൽക്കുന്ന സെൽസ് ഗ്രോ ചെയ്ത് സൈസ് കൂട്ടിയിട്ട് അത് ഓരോ സ്പെസിഫിക് ഓർഗൻസ് ആയിട്ട് ബോഡിയുടെ ഓരോ പാർട്ടായിട്ട് മാറുന്നു. അപ്പം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടോപ്ലാസം ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ലിൻ്റെ നമ്പറും സൈസും എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മോർഫോജെനിസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് അഡൽട്ട് ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം. ഇറ്റ് ഇൻവോൾവ് 2 മേജർ ഈവൻറ്റ്സ്, differentiation and growth. Differentiation is the process by which unspecialized embryonic cell undergo specialization to form adult organs, and growth represent increase in size and mass of the body which result from continuous synthesis of protoplasm, which result in increase in number and size of the cells. മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ഉള്ള ഓർഗാനിസത്തിൽ മാത്രം കാണുന്ന സ്റ്റേജാണ് മെറ്റാമോർഫോസിസ്. അതായത് ലാർവൽ സ്റ്റേജസ് ഉള്ള ഓർഗാനിസത്തിൽ മാത്രമുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ലാർവ ടു ആൻ അഡൽട്ട് ഓർഗാനിസം. And in this process the larva undergo morphological, anatomical, physiological and behavioral changes. അപ്പം ലാർവയ്ക്ക് മോർഫോളജിക്കലും അനാറ്റമിക്കലും ഫിസിയോളജിക്കലും ബിഹേവിയറലുമായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു. അപ്പം മെറ്റാമോർഫോസിസിൽ മെയിനായിട്ട് 3 പ്രോസസ്സാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡീജനറേഷൻ, സെക്കൻഡ് ഈസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് തേർഡ് ഈസ് നിയോഫോർമേഷൻ. ഡീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാർവയ്ക്കുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ അഡൽറ്റിന് ആവശ്യം കാണത്തില്ല. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ലാർവയിൽ നിന്ന് ഡീജനറേറ്റ് ചെയ്ത് പോകണം, അതായത് നശിച്ചു പോകണം, റെഡ്യൂസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ലോസ് ആയി പോകണം. ആ ഒരു പ്രോസസ്സിനെയാണ് ഡീജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലാർവയ്ക്കുള്ള ആ ഒരു സ്ട്രക്ചറിന് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസിൽ ആയാൽ മാത്രമേ അതിന് അഡൽറ്റിൽ അത് ഫങ്ഷണലി ആക്റ്റീവ് ആവാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മോഡിഫിക്കേഷൻസ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സിൽ വരുത്തുന്നതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് നിയോഫോർമേഷൻ, അതായത് ലാർവയ്ക്ക് ഇല്ലാത്തതായിട്ടുള്ള സ്ട്രക്ചേഴ്സ് അഡൽട്സിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ലാർവ അഡൽട്ട് ആവുന്നതിന് മുമ്പ് പുതിയതായിട്ട് ഫോം ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ്
നിയോ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാമോർഫോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ലാർവ ടു അഡൽട്ട് ഓർഗാനിസം ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ organisms with indirect development, and during this process larvae undergo morphological, anatomical, physiological and behavioral changes, and three processes mainly involved in metamorphosis are degeneration, specialization and neoformation. In degeneration there should be some reduction or loss of existing structures, and in specialization some structural as well as functional modification takes place to the existing structures, and in neoformation some new structures should be formed. The final stage is regeneration. Regeneration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the replacement of the lost part or repair of the damaged part or reconstruction of the whole body from a small fragment. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതിനെയും നമുക്ക് റീജനറേഷൻ എന്ന് പറയാം. അപ്പോൾ റീജനറേഷൻ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനെ നമുക്ക് റീജനറേഷൻ എന്ന് പറയാം. ഏതെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിനെ നമുക്ക് റീജനറേഷൻ എന്ന് പറയാം. അതല്ല ഒരു സ്മോൾ ഫ്രാഗ്മെൻറ്റ്, നമ്മുടെ ശരീരം മുറിഞ്ഞ് മാറി ആ ഒരു സ്മോൾ ഫ്രാഗ്മെൻറ്റിൽ നിന്ന് എൻ്റയർ ബോഡി റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതിനെ നമുക്ക് റീജനറേഷൻ എന്ന് പറയാം. ഈ ലാസ്റ്റ് പറഞ്ഞ എബിലിറ്റി നമുക്ക് പ്ലാനേറിയയിലുണ്ട്, അതുപോലെ ഹൈഡ്രയിലുണ്ട്, അതുപോലെ സ്റ്റാർ ഫിഷ് അതായത് എക്കൈനോഡേംസ് ഒക്കെ ഈ റീജനറേറ്റീവ് എബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പം റീജനറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. റിപ്പറേറ്റീവ് റീജനറേഷനും ഉണ്ട്, റീസ്റ്റോറേറ്റീവ് റീജനറേഷനും ഉണ്ട്. റിപ്പറേറ്റീവ് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിനെയാണ് റിപ്പറേറ്റീവ് റീജനറേഷൻ. അത് ഹയർ ഓർഗാനിസംസ് എല്ലാം തന്നെ ഈ റിപ്പറേറ്റീവ് റീജനറേഷൻ കാണിക്കുന്നുണ്ട്. റീസ്റ്റോറേറ്റീവ് റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ എൻ്റയർ സ്ട്രക്ചറും റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണ് റീസ്റ്റോറേറ്റീവ് റീജനറേഷൻ. ഇപ്പോൾ പല്ലിയൊക്കെ വാല് മുറിച്ചിട്ട് ആ വാല് തിരിച്ച് അതിന് റീസ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതിനെ റീസ്റ്റോറേറ്റീവ് റീജനറേഷൻ എന്ന് പറയും. അപ്പോൾ റീജനറേഷൻ ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലോസ്റ്റ് പാർട്ട് ഓർ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് പാർട്ട് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് എൻ്റയർ ബോഡി ഫ്രം എ സ്മോൾ ഫ്രാഗ്മെൻറ്റ്. രണ്ട് തരത്തിലുണ്ട്, റിപ്പറേറ്റീവ് റീജനറേഷൻ ആൻഡ് റീസ്റ്റോറേറ്റീവ്. റിപ്പറേറ്റീവിൽ it involves repair of small damage, and restorative regeneration or restorative generation it involves reconstruction of lost part. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. താങ്ക് യു.